നമസ്കാരം. നമ്മൾ ഒരു ശുഭകാര്യത്തിനായി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു പൂച്ച കുറുകെ ചാടിയാൽ അവിടെ നിന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. അയ്യോ ശകനം പിഴച്ചല്ലോ എന്നൊരു ആദി നമ്മൾ ഭൂരിഭാഗം ആളുകളുടെ മനസ്സിലേക്കും ഓടിയെത്താറുണ്ട്. എന്നാൽ നമ്മുടെ പുരാതനമായ വിശ്വാസങ്ങളൊക്കെ പ്രകാരം പറയുമ്പോൾ പൂച്ചകൾ മാത്രമല്ല, നാം പോകുന്ന വഴിയിൽ പ്രത്യക്ഷപ്പെടുന്നതായ മറ്റ് ചില ജീവികളും വരാനിരിക്കുന്ന, അതായത് നമ്മൾ പോകാനിരിക്കുന്നതായ ആ കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളോ മാറ്റങ്ങളോ ഉണ്ടാകും എന്നതിന്റെ സൂചന നൽകുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നും അവ നൽകുന്നതായ മുന്നറിയിപ്പുകൾ എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേത് നാഗദർശനമാണ്. അതായത് പാമ്പിനെ കാണുന്നത്. ഇങ്ങനെ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു പാമ്പിനെ കാണുകയാണെങ്കിൽ പലപ്പോഴും ഒരു അപകട സൂചനയായിട്ടാണ് ജ്യോതിഷം ഇതിനെ കണക്കാക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കുറിച്ചോ, അതായത് നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്ക് ശത്രുവായി ഇരിക്കുന്നുണ്ട് എന്ന് ചിലപ്പോൾ അറിയണമെന്നില്ല. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിഗൂഢമായ ചില പ്രതിസന്ധികളെ കുറിച്ചോ ഉള്ള ഒരു മുന്നറിയിപ്പായിട്ടായിരിക്കും ഇങ്ങനെ നാഗങ്ങളെ നിങ്ങൾ പോകുന്ന വഴികളിൽ ദർശിക്കുന്നത്. പാമ്പ് കുറുകെ വന്നാൽ ആ നിമിഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ശാന്തനാവുക. തിടുക്കപ്പെട്ട് ആ പോകുന്ന തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അല്പം ജാഗ്രതയോടെ മുന്നോട്ട് പോകുക എന്നതാണ് പറയാനുള്ളത്. നിങ്ങളപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇങ്ങനെ നാഗദർശനം, അതായത് പാമ്പിനെ ദർശിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അല്പനേരത്തേക്കൊന്ന് നിർത്തിവെച്ച് ഒന്ന് വീണ്ടും വീട്ടിലേക്ക് പറ്റുന്ന ദൂരത്തിലാണ് എത്തി നിൽക്കുന്നതെങ്കിൽ ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു തുളസിയിലേക്ക് ചവച്ചിട്ട് വീണ്ടും ഇന്ന് തന്നെ ഞാനത് പോകണോ അല്ലെങ്കിൽ പോയാൽ എങ്ങനെയുള്ള തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടതെന്നത് ഒന്ന് രണ്ട് തവണ മനസ്സിൽ ഒന്ന് ചിന്തിച്ച് അടുത്തുള്ള സർപ്പക്കാവിലേക്ക് ഒരു നേർച്ചയും പറഞ്ഞതിന് ശേഷം പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമമാകുന്നത്. ഇനി രണ്ടാമത്തേത് കുരങ്ങുകളുടെ സാമീപ്യമാണ്. അതായത് വഴിയിൽ നമ്മുടെ നാടുകളിൽ അങ്ങനെ കുരങ്ങുകളെ കൂടുതൽ കാണാനായിട്ട് കിട്ടാറില്ല. എങ്കിലും ഇങ്ങനെ കുരങ്ങുകളെ കാണുന്നതും അത്ര ഒരു ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. കാരണം നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളിൽ വലിയൊരു പാളിച്ച ഉടൻ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിട്ട് കൂടി കണക്കാക്കാം. എന്തെന്നാൽ കുരങ്ങൻ എപ്പോഴും ഇങ്ങനെ ചഞ്ചലപ്പെട്ട് ചാടി ചാടി നടക്കുന്നതല്ലേ. അപ്പോൾ ഒരു സ്റ്റേബിൾ, അതായത് നമുക്കൊരു സ്ഥിരത ആകില്ല എന്നതിന്റെ സൂചനയാണ്. ധൃതിപ്പെട്ട് അപ്പോഴും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പോകരുത് എന്ന് നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് ഒരു സിഗ്നൽ തരുന്നത്. അതായത് നമ്മൾ ഈ ലോകത്ത് വസിക്കുമ്പോൾ നമ്മുടെ പ്രകൃതിക്കും നമ്മളോട് ചില കടപ്പാടുകളുണ്ട്, നമുക്ക് ആ പ്രകൃതിയോടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചില സൂചനകൾ നമുക്ക് തരുന്നത്. പ്രകൃതിക്ക് വാ തുറന്ന് പറയാനായിട്ട് വായില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സൂചനയായിരിക്കും നമ്മൾ മനുഷ്യർക്ക് തരുന്നത്. നമുക്ക് ദൈവാധീന ഉള്ള സമയമാണെങ്കിൽ ആ സൂചനകൾ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യത്തിന്, നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യത്തിന് പോകുന്ന ആ ഒരു സമയം ഇങ്ങനെ കുരങ്ങുകളുടെ സാമീപ്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു വട്ടം കൂടി അതൊന്ന് ആലോചിച്ചിട്ട് തീരുമാനത്തിൽ എത്തുക എന്നത് കൂടി ഇവിടെ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തത് കാക്കകളുടെ കരച്ചിലാണ്. വീടിന് പുറത്തിറങ്ങുമ്പോൾ കാക്കകൾ ഇങ്ങനെ കൂട്ടമായി കരയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതും അപ്രതീക്ഷിതമായ ചില മോശം വാർത്തകൾ കേൾക്കുവാൻ ഇടയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രധാന കാര്യങ്ങൾക്ക് ഇറക്കി പുറപ്പെടാൻ തുടങ്ങുമ്പോൾ. ഇനി അതല്ല, ഒരു കാക്ക നിങ്ങളുടെ ശരീരത്തിൽ വന്ന് സ്പർശിക്കുകയോ, നിങ്ങളിങ്ങനെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ബസ് കാത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് കാക്ക വന്ന് ശരീരത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ തൊട്ടില്ല എന്ന രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് പറന്നു പോകുന്നതോ, ഇതും ആയുസ്സിന് ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതീവ ശ്രദ്ധ ഒന്ന് പുലർത്തുക എന്ന പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന സൂചനയായിട്ട് കണക്കാക്കുക. ഇനി നാലാമത്തതായിട്ട് പറയാനുള്ളത് നായയുടെ ഓരിയിടൽ, അതല്ലെങ്കിൽ നായ കുറുകെ ചാടുന്നതാണ്. നമ്മളിങ്ങനെ യാത്ര തുടങ്ങുമ്പോൾ ഒരു നായ ഇങ്ങനെ നമ്മുടെ നേർക്ക് ഓടി വരികയോ, അതല്ലെങ്കിൽ ആ നായ അസാധാരണമായ രീതിയിൽ നമ്മളെ നോക്കി ഓരിയിടുകയോ ഒക്കെ ചെയ്യുന്നതും നെഗറ്റീവ് ഊർജത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വരാനിരിക്കുന്നതായ ചില തടസ്സങ്ങൾ, അതായത് പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സമോ അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ വരികയോ ഒക്കെ ചെയ്യുന്നതിന്റെ മുൻകൂട്ടി കണ്ട് നമ്മളൊന്ന് ജാഗ്രത പാലിക്കുക എന്ന സൂചനയാണ് ഇത്തരത്തിലൊക്കെയുള്ള ചില പക്ഷി മൃഗാദികളുടെ പെരുമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് പകൽ വെളിച്ചത്തിൽ മൂങ്ങയെ കാണുക. സാധാരണയായി രാത്രികാലങ്ങളിലാണ് മൂങ്ങ, വവ്വാൽ ഇതിനെയൊക്കെ കാണുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് പകലും ഇവയൊക്കെ കൂടുതലായി കാണാറുണ്ട്. എങ്കിലും ഇതിന് ഒരു ദുശകുനം
ശുഭകരമല്ലാത്തത് എന്ന രീതിയിലാണ് പറയാൻ സാധിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ വാഹനമൊക്കെയാണ് മൂങ്ങ. എങ്കിലും പകൽ സമയത്ത് മൂങ്ങയെ കാണുന്നത് അത്ര നല്ലതായിട്ട് പറയുന്നില്ല. ഇത് മാനസികമായിട്ടൊരു അസ്വസ്ഥതകൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ നമ്മുടെ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്നറിയാതെ നമ്മൾ കൺഫ്യൂഷനിൽ പെട്ട് വലയാനോ അതല്ലെങ്കിൽ വ്യക്തിഗതമായ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളൊക്കെ വരുന്നതിന്റെ സൂചനയായിട്ടോ ഒക്കെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന എന്തോ ഒന്ന് ഉടൻ സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിട്ടും നിങ്ങൾക്ക് ഇതിനെ കാണാവുന്നതാണ്. ഇനി ആറാമത്തേതായിട്ട് കീരിയുടെ ദർശനമാണ്. അതായത് നമ്മളിങ്ങനെ യാത്രയ്ക്ക് പുറപ്പെടാനിരിക്കുമ്പോൾ ഒരു കീരിയെ കാണുന്നത് അത്ര ശുഭകരമായ ഒരു ശകുനമായിട്ട് പഴമക്കാരും പറയാറില്ല. അപ്പോൾ അതിനെ ഒരു ശുഭകരമായിട്ട് നമുക്ക് കണക്കാക്കാനും സാധ്യമാവുകയില്ല. ഇത് കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും കലഹങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയും ഒക്കെ സൂചനയായിട്ടാണ് എന്നത് മനസ്സിലാക്കുക. അപ്പോൾ അനാവശ്യമായ വാദപ്രതിവാദങ്ങളിലേക്ക് പോകരുത്. ആ ദിവസങ്ങളിൽ ആരുമായിട്ടും ഓവർ സംസാരങ്ങളിലേക്കോ വാഗ്വാദങ്ങളിലേക്കോ പോകരുത് എന്നൊരു സൂചന നൽകുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ തരത്തിലുള്ള പക്ഷിമൃഗാദികളെ കാണുകയാണെങ്കിൽ അന്നേ ദിവസം അല്പം ശ്രദ്ധ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൊടുക്കണം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസങ്ങൾ അത് എന്തു തന്നെയായാലും ഇത്തരം നിമിത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. അതായത് ജീവിതത്തിൽ എപ്പോഴും ഏത് കാര്യം ചെയ്യാനും ജാഗ്രത വേണം. അതോടൊപ്പം ബുദ്ധിയും വിവേകവും പുലർത്തുക എന്നത്. അപ്പോൾ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു ജ്യോതിഷ ചിന്തനവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.